എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 26, 27 തീയതികളിൽ കുറച്ച് നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു, നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, മോശം കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർക്ക് വരും ദിവസങ്ങളിൽ ചിലവുകളൊക്കെ വളരെ കുറവായിരിക്കും. മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കും. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ സാധിക്കും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവത്തിൽ നിന്ന് കരകയറും. വീട്ടിലെ കലഹങ്ങൾ മാറിത്തുടങ്ങും. അവിചാരിതമായ ചില ധനാഗമങ്ങൾ ഉണ്ടാകും. ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ആത്മീയമായ അറിവുകൾ ലഭിക്കാൻ ഇടയുണ്ട്. ഔദാര്യവും ഗർവും ഉണ്ടാകും. ചില പാപകർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടതായിട്ട് വരും. നീർക്കെട്ട്, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷനിവാരണാർത്ഥം ഇവർ സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഉറപ്പുള്ള ബന്ധങ്ങൾ ഉണ്ടാകും. മനസ്വസ്ഥത വർദ്ധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സ്ഥാനക്കയറ്റം ലഭിക്കും. ധനാഗമങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. പുതിയ വീടിനായിട്ട് ശ്രമിക്കാം. ശരീരക്ഷീണം, കർണരോഗം ഇവ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റത്തിനിടയുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും. കാര്യങ്ങളുടെ വരുംവരായികകൾ മുൻകൂട്ടി കാണാത്തത് മൂലം ചില അബദ്ധങ്ങൾക്കിടയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് തൊഴിലിനായിട്ട് ശ്രമിക്കാം. ദോഷനിവാരണാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ധനനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്ന് കരകയറാൻ സാധിക്കും. മറ്റുള്ളവരുടെ വഞ്ചനയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാതിരിക്കുക. വീട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോലീസ് കേസുകളിലും മറ്റും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് കരകയറും. സ്ഥാനക്കയറ്റത്തിന് ഇടയുണ്ട്. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാൻ സാധിക്കും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. വീട്ടിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യാം. നേത്രരോഗം ശ്രദ്ധിക്കണം. തൊഴിൽ ഇടങ്ങളിൽ സമാധാനം വർദ്ധിക്കും. ഭാഗ്യ അനുഭവങ്ങൾക്കിടയുണ്ട്. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും. ദോഷനിവാരണാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4 പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചിലവുകളൊക്കെ കൂടുതലാകും. ശരീരക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഴിയാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ധനസമൃദ്ധി ഉണ്ടാകും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. അർശോരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അലങ്കാര സാധനങ്ങൾ വാങ്ങാനാകും. സുഖ അനുഭവങ്ങൾ ഉണ്ടാകും.
ബന്ധുജനങ്ങളുമായി ശത്രുതയിൽ ആകും. സഹോദരങ്ങളുമായി കലഹിക്കേണ്ടതായിട്ട് വരും. നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. അച്ഛനുമായിട്ടുള്ള കലഹം പരിധി വിടാതെ ശ്രദ്ധിക്കണം. അക്ഷമ കൂടുതലാകും. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദോഷനിവാരണാർത്ഥം ശിവങ്കൽ ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. വിശേഷ കാര്യങ്ങൾ അറിയാൻ ഇടവരും. നിന്ദ്യമായി സംസാരിക്കരുത്. വാതരോഗം, നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം. അപമാനം കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ആകും. സൽക്കർമ്മങ്ങൾക്കുള്ള ഫലം ഇരട്ടിക്കും. ധനലാഭങ്ങൾ ഉണ്ടാകും. പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ബന്ധുക്കളുമായി കലഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കണം. സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകും. ശയനസുഖം ലഭിക്കും. ദൂരയാത്രകൾ വേണ്ടിവരും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. മനസ്വസ്ഥത കുറയാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തുണ്ടാകുന്ന കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റും. മംഗളകർമ്മങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവർ ദോഷനിവാരണാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ദന്തരോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കലഹവാസന കുറഞ്ഞു തുടങ്ങും. കുറച്ച് ദിവസം വീട് വിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വരും. സ്ഥാനക്കയറ്റം ലഭിക്കും. കാര്യപരാജയങ്ങൾ ഒഴിയും. പലവിധ രോഗാരിഷ്ടതകളും ജീവിതത്തിൽ നിന്നൊഴിഞ്ഞു പോകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. അസാധ്യമെന്ന് കരുതിയിരുന്ന ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ഭാര്യ ഭർത്താവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾ കുറച്ചുകൂടി കാത്തിരിക്കണം. ഗവൺമെൻറ് ജോലിക്കാർ സൂക്ഷ്മതയോടുകൂടി പെരുമാറണം. ഇവർ ദോഷനിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും അഷ്ടോത്തരാർച്ചനയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തുലാക്കൂറിൽ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. പൊതുവെ എല്ലായിടത്തും വിജയം പ്രതീക്ഷിക്കാം. മനസ്വസ്ഥത കുറയും. ചെയ്യുന്ന പ്രവൃത്തികൾ ഭംഗിയായി ചെയ്യാൻ സാധിക്കും. വ്രണങ്ങൾ, ചൊറിച്ചിൽ, അർശോരോഗം, മുറിവ് ഇവ ശ്രദ്ധിക്കണം. മാനക്ഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിന് ആഘാതം ഉണ്ടാക്കുന്ന സംഗതികൾ ഉണ്ടാകും. ധനലാഭങ്ങൾ ഉണ്ടാകും. കാര്യതടസ്സങ്ങൾ മാറും. മക്കളെ കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാകും. ഭക്ഷണത്തിലൂടെയും മറ്റും വിഷമേൽക്കാൻ ഇടയുണ്ട്. യാത്രകൾ വേണ്ടിവരും. പാപകർമ്മങ്ങളെ മറച്ചു വെക്കേണ്ടതായിട്ട് വരും. പലവിധ ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ദുസ്വഭാവങ്ങളിലേക്ക് മാറാതെ ശ്രദ്ധിക്കണം. ദോഷനിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം 4 പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മനസ്സ് എപ്പോഴും സംഘർഷഭരിതമാകാൻ സാധ്യതയുണ്ട്. വീട് പുതുക്കി പണിയാൻ നല്ല അവസരങ്ങളാണ്. മംഗളകർമ്മങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ അവസരമുണ്ട്. പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. അതുപോലെ ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. നേത്രരോഗം, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. ധനാഗമങ്ങൾ ഉണ്ടാകും. നാൽക്കാലികളുടെ രോഗാരിഷ്ടതകൾ ശ്രദ്ധിക്കണം. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടാനാകും. അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് കരകയറും. വാഹനങ്ങൾ വാങ്ങാൻ അവസരമുണ്ട്. ഇവർ ദോഷനിവാരണാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ധനുക്കൂറിൽ മൂലം, പൂരാടം, ഉത്രാടം 1 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. അഭീഷ്ടകാര്യസിദ്ധിയുണ്ട്. നാൽക്കാലികളെ കൊണ്ട് മെച്ചം കിട്ടും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ധനാഗമം ഉണ്ടാകും. ശരീരവേദന, കാലുകടച്ചിൽ, നടുവേദന ഇവയ്ക്ക് സാധ്യതയുണ്ട്. കലഹഭയം ഉണ്ടാകും. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും.
സാഹസിക കർമ്മങ്ങളിൽ ഏർപ്പെടരുത്. സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇവർ ദോഷ നിവാരണാർത്ഥം വിഷ്ണുവിങ്കൽ നാരായണ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.